ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾ ദീപക്കിൻ്റെ കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. ഇനിയിപ്പം ദീപക്കിന് നിങ്ങൾ 3 ലക്ഷമോ 10 ലക്ഷമോ 20 ലക്ഷമോ അല്ല 1 കോടി രൂപ കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. എന്നുവെച്ചാൽ ആ പെണ്ണിൻ്റെ ആ വൃത്തികെട്ട ബുദ്ധിയിൽ അവൻ്റെ ജീവൻ പൊളിഞ്ഞു. ആ നഷ്ടം വീട്ടുകാർക്കാണ്, നമുക്കാർക്കല്ല. നമ്മളെല്ലാവരും പോകുന്നത് 1 ദിവസം 2 ദിവസം പോവും, കുറേ കാര്യങ്ങൾ സംസാരിക്കും, തിരിച്ചു പോകും. പിന്നെ ആ വീട്ടിലെ അമ്മ അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മകനാണ് ദീപക്. അപ്പം എന്ന് വെച്ചാൽ അവരെ നഷ്ടം നിങ്ങൾ ഈ 1 കോടിയോ 2 കോടിയിലോ തീരില്ല. നമ്മൾ ഈ 1 ദിവസം 2 ദിവസം പോകുന്നതിലേ ഉള്ളൂ. ജാസി അമ്മക്കാർക്ക് പോകാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ പെണ്ണ് ലൈഫ് ലോങ് ഇതനുഭവിക്കണം. അത്തരത്തിലുള്ള തീരുമാനങ്ങളുടെ ബാക്കിലാണ് നമ്മൾ പോകേണ്ടത്. ഈ പെണ്ണെ നമ്മൾ ഒരിക്കലും വിടാൻ പാടില്ല, ഒരിക്കലും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മളെ നാട്ടിൽ ഈ രാഹുൽ ഈശ്വർ വളരെ കൃത്യമായി പറഞ്ഞതുപോലെ നമ്മളെ നാട്ടിൽ ഇപ്പം പണ്ട് നമ്മൾ പറയുകയാണ് നമ്മൾ പെണ്ണുങ്ങളാണ് അനുഭവിക്കുന്നത്. ആ സമയം ഉണ്ടായിരുന്നു, പെണ്ണുങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ ഇതൊക്കെ തിരിഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വളർന്നതോടെ ഇതൊക്കെ ഓപ്പോസിറ്റായി. ഇപ്പോൾ ആണുങ്ങളാണ് അനുഭവിക്കുന്നത്. നമ്മളെ ഓരോ വീട്ടിലും ഓരോ വ്യക്തികളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ സ്വന്തം മനസ്സിലാക്കുക. നിങ്ങളെ വീട്ടിൽ നടക്കുന്നതാണ്. നമ്മൾ പുറത്തൊന്നും പോകണ്ട. നമ്മളെ വീട്ടിലെ ഭാര്യമാരായാലും ശരി, അല്ലെങ്കിൽ മറ്റുള്ളവരായാലും ശരി, നമ്മളെ വീട്ടിൽ നമ്മൾ എത്ര ക്രൂശിക്കപ്പെടുന്നെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നമ്മളെപ്പോഴും പെണ്ണുങ്ങൾക്ക് സപ്പോർട്ടില്ല എന്നല്ല. പക്ഷേ കാലഘട്ടം മാറി. ഇപ്പോൾ ആണുങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കാരണം ആണുങ്ങൾക്കൊരു തുണയില്ല, ആണുങ്ങളാരും മൈൻഡ് ചെയ്യുന്നില്ല. ആണുങ്ങൾ 1 2 കഴിഞ്ഞ് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പോയി അവർ കേസ് കൊടുത്ത്, ഒന്നില്ല പോസ്കോ കേസ് ഈ കേസാക്കി അവരെ ഉള്ളിലിടും. എന്നിട്ട് കുറേ അവർക്ക് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരോട് കുറേ പൈസയൊക്കെ വാങ്ങിച്ച്, ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന തലമുറക്കൊക്കെ ഇത് വലിയ ഭീഷണിയാണ്. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതൊക്കെ തിരിച്ചറിയണം. ഇനി തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് പോകണം. എന്നാലേ ഇതിനൊക്കെ ഒരു അറുതി വരുള്ളൂ. ഇത് സീരിയസ് ആയിട്ട് എടുക്കുക, വെറുതെ പറയുന്ന കാര്യമല്ല.